സ്വർണത്തിൻ്റെ വില റോക്കറ്റിനേക്കാളും വേഗത്തിലാണ് കുതിക്കുന്നത്. ഒരു പവൻ്റെ ഇന്നത്തെ വില, അതായത് 2024 ഏപ്രിൽ 14 ഒരു പവൻ്റെ വില 53,200 രൂപയാണ്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. ഇതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ 2 തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്. കേരളത്തിലെ സ്വർണ്ണവില തീരുമാനിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനാണ്. സംഘടനയുടെ പ്രധാന ഭാരവാഹികളായ ഡോക്ടർ ബി ഗോവിന്ദൻ, കെ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ എന്നീ 3 അംഗ സംഘമാണ് കേരളത്തിലെ അതത് ദിവസത്തെ സ്വർണ്ണവില തീരുമാനിക്കുന്നത്. പക്ഷേ ഇവർക്ക് തോന്നുന്ന പോലെ വില കൂട്ടാനും കുറക്കാനുമാകുമോ? ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസത്തെയും ഡോളർ വില, രൂപയുടെ വിനിമയ നിരക്ക്, അന്താരാഷ്ട്ര വിലക്കനുസൃതമായി ഇന്ത്യയിലെ 24 കാരറ്റ് സ്വർണത്തിൻ്റെ ബാങ്ക് നിരക്ക്, അതനുസരിച്ച് മുംബൈയിൽ ലഭ്യമാകുന്ന നിരക്കുകൾ, ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില രാവിലെ 9:30 മുമ്പായി ഇവർ നിശ്ചയിക്കുന്നത്. AKGSMA ദിവസേന നിശ്ചയിക്കുന്ന വിലയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്വർണ്ണ വ്യാപാരികളും പിന്തുടരുന്നത്. കേരളത്തിൽ നിന്നുള്ള കോർപ്പറേറ്റുകൾ ഇന്ത്യ ഒട്ടാകെ പിന്തുടരുന്നതും ഈ വില തന്നെയാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്വർണ്ണ വ്യാപാരി അസോസിയേഷനുകൾ ദിവസേന വില നിശ്ചയിക്കുന്നത്. മാർജിൻ പ്രോഫിറ്റ് ഏറ്റവും കുറച്ചാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അതിനാൽ ഈ വിലയെ തന്നെയാണ് മിക്കവാറും എല്ലാ സംസ്ഥാനത്തെയും അസോസിയേഷനുകൾ പിന്തുടരുന്നത്. ഒരു വർഷത്തിനിടെ സ്വർണത്തിന് 8,320 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ വർഷം ഈ ദിവസം 44,880 രൂപയായിരുന്നു ഒരു പവൻ്റെ വില. എന്നാൽ ഇപ്പോഴത് 53,200 രൂപയായിട്ടുണ്ട്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്കുകൾ കുറക്കാനിടയുണ്ട്. ഇതാണ് സ്വർണത്തിന് പ്രധാനമായും കരുത്താകുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചാൽ ബോണ്ടുകളിൽ ഉൾപ്പെടെയുള്ള നിക്ഷേപം ആകർഷകമല്ലാതാകും. ഇത് മുന്നിൽ കണ്ട് കൂടുതൽ സുരക്ഷിതമായ സ്വർണത്തിൽ ആളുകൾ പണമിറക്കുന്നത് വിലവർധനയ്ക്കുള്ള കാരണമാവുന്നുണ്ട്. ഇതിനു പുറമെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്വർണത്തിൻ്റെ വിലവർധനവിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട്. ഇനി സ്വർണവുമായി ബന്ധപ്പെട്ട് പലരുടെയും സംശയമാണ് അതിൻ്റെ ക്യാരറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വർണത്തിൻ്റെ അളവും പരിശുദ്ധിയും കണക്കാക്കുന്നത്. ക്യാരറ്റിൻ്റെ നിലവാരം കൂടുന്നതിനനുസരിച്ച് സ്വർണത്തിൻ്റെ പരിശുദ്ധി കൂടും. പ്രധാനമായും 24 കാരറ്റ്, 22 കാരറ്റ്, 18 കാരറ്റ് ഈ നിലവാരങ്ങളിലാണ് സ്വർണം ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. എന്താണ് 24 കാരറ്റ് സ്വർണം? പരിശുദ്ധ സ്വർണം അല്ലെങ്കിൽ 100% സ്വർണം എന്നാണ് 24 കാരറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വർണത്തിൻ്റെ 24 ഭാഗങ്ങളിലും മറ്റൊരു ലോഹത്തിൻ്റെയും അംശമുണ്ടായിരിക്കില്ല. 99.9% ആയിരിക്കും 24 കാരറ്റിൻ്റെ പരിശുദ്ധി. 24 കാരറ്റിന് മുകളിൽ നിലവാരമുള്ള സ്വർണം വിപണിയിലില്ല. ഇതേസമയം 24 കാരറ്റ് സ്വർണം സാധാരണ രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് യോജിച്ചതുമല്ല. കാരണം 24 കാരറ്റ് സ്വർണത്തിന് സാന്ദ്രത കുറവായിരിക്കും. ഇവ മൃദുവായിരിക്കും, എളുപ്പം വളഞ്ഞു പോവുകയും ചെയ്യും. പൊതുവെ സ്വർണ്ണക്കട്ടികളും നാണയങ്ങളുമാണ് 24 കാരറ്റ് നിലവാരത്തിലെത്തുന്നത്. എന്താണ് 22 കാരറ്റ്? ആഭരണ നിർമ്മാണങ്ങൾക്ക് പൊതുവെ 22 കാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിക്കാറ്. 22 കാരറ്റ് സ്വർണത്തിൽ 91.67% ശുദ്ധമായ സ്വർണവും ബാക്കി 8.33% വെള്ളി, നാഗം, ലോഹക്കൂട്ടുകൾ മുതലായ മറ്റു അംശങ്ങളുമായിരിക്കും. മറ്റു ലോഹങ്ങൾ ചേരുന്നതിനാൽ സ്വർണത്തിന് കൂടുതൽ ദൃഢത ലഭിക്കും. അതുകൊണ്ടാണ് ആഭരണങ്ങളുടെ നിർമ്മാണത്തിന് 22 കാരറ്റ് സ്വർണം വ്യാപകമായി ഉപയോഗിക്കുന്നത്. 18 കാരറ്റ് സ്വർണത്തിൽ 75% ആയിരിക്കും ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്നിധ്യം. ബാക്കി 25% ചെമ്പ്, വെള്ളി മുതലായ ലോഹങ്ങൾ കൈയടക്കും. കല്ല് പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളിലും വജ്രാഭരണങ്ങളിലും 18 കാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിച്ചു വരുന്നത്. 24, 22 കാരറ്റ് സ്വർണ്ണത്തെ അപേക്ഷിച്ച് 18 കാരറ്റ് സ്വർണ്ണത്തിന് താരതമ്യേന വില കുറവാണ്.